നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ഹാർ വ്ലോഗ്സ്. ഇന്നത്തെ ടോപ്പിക് GST ആണ്. ഇന്ന് നമുക്ക് GST രജിസ്ട്രേഷൻ എന്ന പാർട്ട് കവർ ചെയ്യാം. നോട്ട്സ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു എസ്സേ ആയിട്ട് പഠിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഒരു എസ്സേ രൂപത്തിലാണ് ഞാൻ ഈ ടോപ്പിക്ക് കവർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. GST രജിസ്ട്രേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, എപ്പോഴാണ് എടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇൻ എനി ടാക്സ് സിസ്റ്റം, രജിസ്ട്രേഷൻ ഈസ് ദി മോസ്റ്റ് ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടാക്സ് പേയേഴ്സ്. എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് GST സിസ്റ്റത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. Without registration, a person can neither collect a tax from his customers nor claim any input tax credit. എന്ന് വെച്ചാൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനോ അയാളുടെ പർച്ചേസിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുവാനോ സാധ്യമല്ല. നെക്സ്റ്റ് പാരഗ്രാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദി ന്യൂ GST റെജിം എന്ന് പറഞ്ഞാൽ പുതിയ GST സിസ്റ്റത്തിൽ എന്നാണ് അർത്ഥം. ഗുഡ്സിൻ്റെ കേസിൽ ത്രെഷോൾഡ് ലിമിറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ പരിധി, അതായത് GST രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള പരിധി 1/4/2019 മുതൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ബിസിനസ്സസ് ഹൂസ് ടേൺ ഓവർ എക്സീഡ്സ് 40 lakh ഈസ് റിക്വയർഡ് ടു രജിസ്റ്റർ ആസ് എ നോർമൽ ടാക്സബിൾ പേഴ്സൺ. ഒരു ബിസിനസ്സിൻ്റെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ടേൺ ഓവർ 40 ലക്ഷം കവിഞ്ഞാൽ ഈസ് റിക്വയർഡ് ടു രജിസ്റ്റർ ആസ് എ നോർമൽ ടാക്സബിൾ പേഴ്സൺ. നോർമൽ ടാക്സബിൾ പേഴ്സണായി അയാൾ രജിസ്ട്രേഷൻ എടുക്കണം. ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ₹20 lakh ഫോർ നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹിൽ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റേൺ ആൻഡ് ഹിൽ സ്റ്റേറ്റ്സ് അതൊക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണ്. അവിടെ ത്രെഷോൾഡ് ലിമിറ്റ് 20 lakhs മാത്രമേ ഉള്ളൂ. അതായത് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലെ ഗുഡ്സ് ഡീല് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് അവരുടെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ടേൺ ഓവർ എന്ന് വെച്ചാൽ മൊത്തം വിറ്റുവരവ് എന്നാണ് അർത്ഥം. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ മൊത്തം വിറ്റുവരവ് കണക്ക് കൂട്ടുമ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ പോയാൽ അവർ GST രജിസ്ട്രേഷൻ എടുക്കണം. ഇത് 1/4/2019 മുതലുള്ള മാറ്റമാണ്. അതിനു മുമ്പ് GST രജിസ്ട്രേഷൻ എടുക്കുന്നതിനുള്ള ത്രെഷോൾഡ് ലിമിറ്റ് 20 lakhും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 10 lakhും ആയിരുന്നു. ഇവിടെ താഴെ ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഞാൻ തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗുഡ്സ് 20 lakhിൽ നിന്ന് 40 lakhിലേക്ക് മാറി. പഴയ ലിമിറ്റ് 20 lakh ആയിരുന്നു, ഇപ്പോൾ അത് 40 lakhിലേക്ക് മാറി. ബട്ട് ദെയർ ഹാസ് നോ ചേഞ്ച് ഇൻ ദി ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, സർവീസിൻ്റെ കേസിൽ പഴയ ത്രെഷോൾഡ് ലിമിറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗുഡ്സിൻ്റെ കേസിൽ നേരത്തെ 20 lakhും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന് 10 lakhും ആയിരുന്നു. അതിപ്പോൾ 1/4/2019 മുതൽ 40 lakhും 20 lakhുമായിട്ട് മാറി. ഈ ചേഞ്ച് കാണിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രാബല്യത്തിൽ വരുന്നത് 1/4/2019 മുതലാണ്. ഇനി ഒരു കാര്യം, 1/4/2019 ഈ ഒരു മാറ്റം വന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അതിന് മുമ്പുള്ളതാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് കമ്പൽസറി ആൻഡ് വോളണ്ടറി രജിസ്ട്രേഷൻ നോക്കാം. കമ്പൽസറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, നിർബന്ധമാണ്, എടുക്കാതിരിക്കാൻ പറ്റില്ല, എടുത്തേ പറ്റൂ. നമ്മൾ നേരത്തെ GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ത്രെഷോൾഡ് ലിമിറ്റ് കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഇവിടെ നോക്കണ്ട. 40 lakh ത്രെഷോൾഡ് ലിമിറ്റ്
ആയിട്ടല്ല രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ബിസിനസ് ചെയ്യണോ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. അതാണ് നെക്സ്റ്റ് ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. പേഴ്സൺസ് ലയബിൾ ഫോർ കമ്പൽസറി രജിസ്ട്രേഷൻ. കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട വ്യക്തികൾ ആരൊക്കെ? ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് പേഴ്സൺ മേക്കിംഗ് എനി ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ സപ്ലൈ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. സപ്ലൈ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് നടത്തുന്ന ബിസിനസ്സുകാരാണ് എങ്കിൽ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രണ്ടാമത്തത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആരാണ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സണിനും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണിനും GST രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽസ് രജിസ്റ്റേർഡ് അണ്ടർ ദി പ്രീ GST ലോ. GST നിലവിൽ വരുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന അവർക്ക് GST രജിസ്ട്രേഷൻ GST വന്നതിന് ശേഷവും കമ്പൽസറിയാണ്. അടുത്ത പോയിന്റ് പറയുന്നത് പേഴ്സൺസ് ഹൂ സപ്ലൈ വയ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് ഓപ്പറേഷൻ നടത്തുന്ന ബിസിനസ്സുകാർക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദാൻ എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ. അതായത് GST രജിസ്ട്രേഷൻ എടുത്ത് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിക്ക് പുറമെ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും ഇന്ത്യയിലേക്ക് ഓൺലൈൻ ഇൻഫർമേഷൻ സർവീസസോ അല്ലെങ്കിൽ ഡാറ്റാബേസ് ആക്സസ് അല്ലെങ്കിൽ റിട്രീവൽ സർവീസസോ ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിന്നെ പറയുന്നത് പേഴ്സൺസ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസം രീതിയിൽ ടാക്സ് അടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കും GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നെക്സ്റ്റ് ഏജൻറ് ഓഫ് എ സപ്ലയർ. ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സപ്ലയർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? സപ്ലയർക്ക് വേണ്ടി ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഏജൻ്റ് എന്ന് പറയുന്നത്. ആൻ ഏജൻറ് ഈസ് എ പേഴ്സൺ ഹീസ് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് എ സപ്ലയർ. അങ്ങനെയുള്ള ഒരു ഏജൻറ്റിന് GST രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. നെക്സ്റ്റ് കാറ്റഗറി പറയുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ISD. നിങ്ങൾ ഷോർട്ട് ഫോമും കൂടി പഠിച്ചിരിക്കുക. ചിലപ്പോൾ എക്സാമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ISD എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ISD എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. GST രജിസ്ട്രേഷൻ നമുക്ക് പല രീതിയിലെടുക്കാം അല്ലേ? നോർമൽ ടാക്സ് പെയർ ആയിട്ട് എടുക്കാം, കോമ്പോസിഷൻ ഡീലറായിട്ട് എടുക്കാം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് എടുക്കാം, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആയിട്ട് എടുക്കാം, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെയുള്ള ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഇൻപുട്ട് ടാക്സ് മറ്റുള്ള ബ്രാഞ്ചസിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ആൻ അഗ്രിഗേറ്റർ ഹൂ സപ്ലൈസ് സർവീസ് അണ്ടർ ഹിസ് ബ്രാൻഡ് നെയിം ഓർ ട്രേഡ് നെയിം. ഒരു ബിസിനസ്സുകാരൻ അയാളുടെ സർവീസസ് സപ്ലൈ ചെയ്യുന്നത് അയാളുടെ സ്വന്തം ബ്രാൻഡ് നെയിമിലോ ട്രേഡ് നെയിമിലോ ആണ് എങ്കിൽ അയാൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതുവരെ നമ്മൾ നോക്കിയത് പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാനുള്ളത് പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആണ്. അതായത് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടാത്ത കാറ്റഗറി ഏതൊക്കെയാണെന്ന്, ആർക്കൊക്കെയാണ് GST രജിസ്ട്രേഷൻ വേണ്ടാത്തത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് പേഴ്സൺസ് engaged exclusively in supplying goods or services or both not liable to tax. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ടാക്സ് ബാധകമല്ലാത്തവയാണ് എങ്കിൽ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല.
നെക്സ്റ്റ് പോയിൻ്റ് ഇതുപോലത്തെ തന്നെയാണ്. ഒരു ബിസിനസ്സുകാരൻ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്നിവ എക്സംപ്റ്റഡ് ആണെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമില്ല. എക്സംപ്റ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്നാണ്. അതായത് GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കുറേ ഗുഡ്സസും അല്ലെങ്കിൽ സർവീസസും ഒക്കെ ഉണ്ട്. പെട്രോള്, ഹ്യൂമൻ കൺസംഷനുള്ള ആൽക്കഹോള്, പിന്നെ സപ്ലൈ ഓഫ് ഗുഡ്സ് ടു ദി സെസ് യൂണിറ്റ് ഓർ സെസ് ഡെവലപ്പർ എക്സെട്ര. ഇവയെല്ലാം എക്സംപ്റ്റഡ് ആണ്. ഇവ ഡീല് ചെയ്യുന്ന ബിസിനസ്സുകാർക്കും GST രജിസ്ട്രേഷൻ നിർബന്ധമില്ല. അടുത്ത പോയിന്റ് പറയുന്നത് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറിസ്റ്റാണ്. അവർക്കും GST രജിസ്ട്രേഷൻ നിർബന്ധമില്ല. നെക്സ്റ്റ് സീനിയർ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ള ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്സ്, അവർക്കും GST രജിസ്ട്രേഷൻ വേണമെന്നില്ല. അടുത്തത് പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്കോളർഷിപ്പ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും. അവർക്കും GST രജിസ്ട്രേഷൻ നിർബന്ധമില്ല. പിന്നെ ഒരു കാറ്റഗറി പറയുന്നത് എനി അതർ പേഴ്സൺ ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് GST രജിസ്ട്രേഷൻ വേണ്ട എന്ന് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്കും രജിസ്ട്രേഷൻ വേണമെന്നില്ല. ഇനി നമുക്ക് വോളണ്ടറി രജിസ്ട്രേഷൻ കൂടി നോക്കാം. വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം സ്വമേധയാ രജിസ്ട്രേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പേഴ്സൺ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതാണ് വോളണ്ടറി രജിസ്ട്രേഷൻ. സോ വോളണ്ടറി രജിസ്ട്രേഷൻ ഈസ് സെൽഫ് രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യത ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ സ്വമേധയാ രജിസ്ട്രേഷൻ എടുത്താൽ അയാൾ GST ഫ്രെയിംവർക്കിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് അതിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ അങ്ങനെ അയാൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വോളണ്ടറി രജിസ്ട്രേഷൻ എൻഹാൻസ് B2B ട്രാൻസാക്ഷൻ. ബിസിനസ് ടു ബിസിനസ് ഇടപാടുകൾ വർദ്ധിക്കുന്നു. അതൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലീഗലി റെക്കഗ്നൈസ്ഡ് ആസ് എ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ സപ്ലയർ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒക്കെ ലീഗലി റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ആയി മാറും. അതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ പോയിന്റിലും നാലാമത്തെ പോയിന്റിലും പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വീകരിക്കാനും അതുപോലെ തന്നെ പേ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് വലിയ റെസ്ട്രിക്ഷൻ കൂടാതെ തന്നെ സുഗമമായ രീതിയിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ നടത്താൻ സാധിക്കുന്നു. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ എടുത്ത ഒരു സപ്ലയർക്ക് അയാളുടെ കസ്റ്റമേഴ്സിന് ടാക്സ് ബില്ല് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഒരു എസ്സേ രൂപത്തിൽ പഠിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഇതിൽ നിന്ന് കിട്ടും. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് GST രജിസ്ട്രേഷൻ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കമ്പൽസറി രജിസ്ട്രേഷൻ ആൻഡ് വോളണ്ടറി രജിസ്ട്രേഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വോളണ്ടറി രജിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഇതിൽ നിന്ന് കിട്ടും. ഈ ഒരു എസ്സേ പഠിച്ചാൽ അതിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു.